അടുത്തത് 2 കോളം ക്യാഷ് ബുക്കാണ്. അപ്പോൾ 2 കോളം ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് എഴുതുക. അതിൻ്റെ 2 കോളം ക്യാഷ് ബുക്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 2 കോളം വരും. അപ്പോൾ ക്യാഷിൻ്റെ കോളം അഡീഷണൽ ആയിട്ട് ഒരു കോളം കൂടി, അതാണ് 2 കോളം ക്യാഷ് ബുക്കിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇതിൽ അഡീഷണൽ ആയിട്ട് ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഡിസ്കൗണ്ട് കോളാണ്. അപ്പോൾ നിങ്ങൾ 2 കോളം ക്യാഷ് ബുക്ക് എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് എഴുതുക 2 കോളം ക്യാഷ് ബുക്കിൽ എന്താ വരുന്നത് വെച്ചാൽ അഡീഷണൽ ആയിട്ട് ഒരു ഡിസ്കൗണ്ട് കോളം 2 സൈഡിലും വരും. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട് കോളത്തിന് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്നും ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡിസ്കൗണ്ട് കോളത്തിന് നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നും പറയുന്നുണ്ട്. ഡെബിറ്റിനെ നമ്മൾ എന്താ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയാൻ കാരണം ഇൻകത്തിനൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ അലൗഡിന് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. മറ്റേതാകുമ്പോൾ റിസീവ്ഡ് ആകുമ്പോൾ എന്താ അത് ഇൻകം ആണ്, അതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക, അതുകൊണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കൊടുത്തത്. അലൗഡ് ആകുമ്പോൾ അത് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ആണ് ചെയ്യുക, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡിനെ ഇവിടെ കൊടുത്തത് ഡെബിറ്റ് സൈഡിൽ കൊടുത്തത് കേട്ടോ. പിന്നെ നോക്കുക, അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത് വെച്ചാൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു കോളം പ്രൊവൈഡ് ചെയ്യും എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഞാൻ അതിൽ അണ്ടർലൈൻ ഫോട്ടോ എടുത്ത് അയച്ചില്ലേ, അതിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് നിങ്ങൾ ഒന്നേ ടെസ്റ്റിൽ അണ്ടർലൈൻ ചെയ്യലേ നോട്ടിൽ അതുപോലെ എഴുതുക കേട്ടോ. നോട്ടിൽ എഴുതുന്നതായിരിക്കും നന്നാവുക. ഇൻ 2 കോളം ക്യാഷ് ബുക്ക് എന്ന് വെച്ചാൽ എന്താ ഒരു അഡീഷണൽ ആയിട്ടൊരു കോളം കൂടെ 2 സൈഡിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. 1 അഡീഷണൽ കോളം ആഡഡ് ഓൺ ഡെബിറ്റ് സൈഡിനെയാണ് നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറയുക. ക്രെഡിറ്റ് സൈഡിനെ ആകുമ്പോൾ നമ്മൾ എന്ത് പറയും, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു നോട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതി വെക്കണേ. ഞാൻ പറയാം നോട്ട് എന്ന് പറഞ്ഞിട്ട് എന്താ എഴുതേണ്ടതെന്ന്. ഇതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി എഴുതി വെക്കണം. നോട്ട് എന്ന് വെച്ചാൽ ഇൻ 2 കോളം ക്യാഷ് ബുക്കിൽ 2 കോളമാണ് ഉണ്ടാവുക, ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും. അഡീഷണൽ ആയിട്ട് ഒന്നെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ 1 അഡീഷണൽ കോളം ആഡഡ് ഓൺ ഡെബിറ്റ് സൈഡിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് സൈഡിലോ 2 അഡീഷണൽ കോളമാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഇൻ 2 കോളം ക്യാഷ് ബുക്ക് 2 കോളംസ് ഓൺ ഐദർ സൈഡ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതുക ഡിസ്കൗണ്ട് ഓർ ബാങ്ക്. ചിലപ്പോൾ അത് ബാങ്ക് ആയിരിക്കും, 2 കോളം ഉണ്ടെന്നേ പറയുന്നുള്ളൂ. ഒന്നെങ്കിൽ അത് ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അത് ഡിസ്കൗണ്ട് ആയിരിക്കും. ഇപ്പോൾ ഇതിൽ ഡിസ്കൗണ്ട് തന്നുകൊണ്ട് ഡിസ്കൗണ്ട് തന്നെ ആയിരിക്കണം എപ്പോഴും 2 കോളം ക്യാഷ് ബുക്കിൽ നിന്ന് ഇല്ല. ഒന്നെങ്കിൽ ചിലപ്പോൾ അത് ബാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ അത് എന്താ ഡിസ്കൗണ്ട് ആയിരിക്കും. ക്യാഷിൻ്റെ കൂടാതെ ഒരു കോളം കൂടെ അഡീഷണൽ, അത്രയിൽ 2 കോളം ക്യാഷ് ബുക്കിൽ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഈ ഫോർമാറ്റ് വരച്ച് വെക്കണേ. 2 കോളം ക്യാഷ് ബുക്കിൻ്റെ ഈ ഫോർമാറ്റ് ഇത് വരച്ച് വെക്കണം. എന്നിട്ട് 2 കോളം ക്യാഷ് ബുക്കിൻ്റെ ഇതേപോലെ ഫോർമാറ്റ് വെച്ചിട്ട് ഈ ഒരു ഫോർമാറ്റും വരയ്ക്കണം. എന്നിട്ട് ഓർന്നിട്ടിട്ട് ഈ ഡിസ്കൗണ്ട് റിസീവ്ഡും കൊടുത്തില്ല, ആ കോളത്തിന് പകരം അവിടെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക, ബാങ്ക് എന്ന് 2 സൈഡിൽ കൊടുക്കുക. അങ്ങനെ ഒരു 2 കോളം ക്യാഷ് ബുക്കിൻ്റെ ഫോർമാറ്റും കൂടെ വരച്ച് വെക്കണം. അങ്ങനെ 2 ഡിസ്കൗണ്ട് അലൗഡ് 2 കോളം ക്യാഷ് ബുക്കിൻ്റെ അങ്ങനെ 2 ഫോർമാറ്റ് വരച്ച് വെക്കണം. ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ് വരുന്നതും പിന്നെ ഒന്ന് ഇത് വരുന്നത് ബാങ്കിൻ്റെ 2 കോളം കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ 2 എണ്ണം വരച്ച് വെക്കണേ. 2 കോളം ക്യാഷ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നോക്ക് എന്തൊക്കെ എൻട്രീസ് അവിടെ തന്നത് നോക്ക്. 2014 ജനുവരി 1 ക്യാഷ് ഇൻ ഹാൻഡ് 5000, 5th പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 5000, 8th വേജസ് പെയ്ഡ് 500, 10th എന്താണ് ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് 2500, 12th എന്താണ് ക്യാഷ് സെയിൽസ് 2000, 15th ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 25,000, 20th ക്യാഷ് പെയ്ഡ് ടു റഹ്മാൻ 4,950, പിന്നെന്താ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം 50 റുപ്പീസും, 23rd ക്യാഷ് റിസീവ്ഡ് ഫ്രം അബ്രഹാം 3,950, ക്യാഷ് അലൗഡ് ടു ഹിം 50. 3 ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് തന്നത്. അപ്പോൾ 2 കോളാണ്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കോളങ്ങളാണ് വരിക എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇവിടെ എന്തെല്ലാം കോളങ്ങളാണ് വരിക ഈ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാവും, ഡിസ്കൗണ്ട് അലൗഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡിൻ്റെയും ഡിസ്കൗണ്ട് റിസീവ്ഡിൻ്റെയും ഒരു കോളം വരും. പിന്നെന്താ വരിക, ക്യാഷ് ബുക്ക് ആയതുകൊണ്ട് തന്നെ എന്താണ് ക്യാഷാണ് വരിക, കാരണം ബാങ്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ക്യാഷും ഡിസ്കൗണ്ട് അലൗഡും ആണ് വരിക, കാരണം ബാങ്ക് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ബാങ്ക് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് 3 കോളായി പോയിരുന്നു, ക്യാഷും ഡിസ്കൗണ്ട് ബാങ്കും ആയി പോയിരുന്നു. ഇപ്പോൾ ഡിസ്കൗണ്ടിന് പകരം ബാങ്കാണ് തന്നെങ്കിൽ നമ്മൾ ക്യാഷും ബാങ്കും ആണ് എഴുതുക. ഇവിടെ ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ക്യാഷും ഡിസ്കൗണ്ടും ആണ്. അങ്ങനെ 2 കോളം വെച്ചിട്ടുള്ള ക്യാഷ് ബുക്കാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത നോക്കുക, ഡബിൾ കോളം ക്യാഷ് ബുക്ക് വന്ന കണ്ടോ. ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയപ്പോൾ എന്താ വന്നത് നോക്ക്, അതിൽ 2 കോളം വന്ന് എമൗണ്ടിൻ്റെ കോളം, ഒന്ന് ഡിസ്കൗണ്ട് അലൗഡ്. അത് ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പോൾ ടെക്സ്റ്റിൽ കൊടുത്ത ആൻസറിൽ ഡിസ്കൗണ്ട് എമൗണ്ട് അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ എഴുതണ്ട, ഡിസ്കൗണ്ട് അലൗഡ് എന്നും എമൗണ്ടിൻ്റെ കോളത്തിൽ ക്യാഷ് എന്നുമാണ് എഴുതേണ്ടത്. എമൗണ്ട് എന്ന് എഴുതേണ്ട, ക്യാഷ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. പിന്നെ മറ്റേ സൈഡിൽ അതേപോലെ ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നും എമൗണ്ടിന് പകരം നിങ്ങൾ ക്യാഷ് എന്നുമാണ് എഴുതേണ്ടത്. നിങ്ങൾ അങ്ങനെ എഴുതണേ. നമുക്ക്
പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് എന്നും അതേപോലെ തന്നെ ക്യാഷ് എന്നും എഴുതണം. മറ്റൊരു ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നും ക്യാഷ് എന്നും എഴുതുക. എന്നിട്ട് നോക്കുക ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. ക്യാഷ് ഇൻ ഹാൻഡ് ജനുവരി 1 എന്നാണ് കൊടുത്തത്. അപ്പോൾ 1-ാം തീയതിത്തെ നമ്മൾ എന്തായിട്ടാണ് കാണൽ? നിങ്ങൾക്ക് അറിയില്ല എന്തായിരുന്നു അത്? ഓപ്പണിംഗ് ബാലൻസ് ആണ് 1-ാം തീയതിത്തെ. 1-ാം തീയതിത്തെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കൽ. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെയെന്ന് എഴുതൽ? ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എങ്ങനെയെന്ന് എഴുതൽ? ടു ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. ടു ബാലൻസ് B/D ടു ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. കാരണം അസറ്റിൻ്റെ ഒക്കെ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക എന്ന് പറഞ്ഞ് ക്യാഷ് എന്ന് വെച്ചാൽ എന്താണ്? അസറ്റാണ്. ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എവിടെയാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരിക. എന്താണ് വരിക? ടു ബാലൻസ് B/D. അപ്പോൾ എഴുതുക. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് വെച്ചാൽ മലയാളത്തിൽ എന്താ അർത്ഥം? നമ്മളെ കയ്യിലുള്ള ക്യാഷ്, അതാണ് ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ് തുടങ്ങാൻ നേരം നമ്മളെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് അതിനാണ് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുക. അതാണ് ക്യാഷ് ഇൻ ഹാൻഡ്. ചിലപ്പോൾ അതിന് പകരം ക്യാഷ് അറ്റ് ബാങ്ക് എന്നേക്കും കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് വരും? ഡിസ്കൗണ്ട് കോളത്തിന് പകരം എന്ത് കോളാണ് വരിക? ബാങ്ക് കോളായിരിക്കും വരിക കേട്ടോ. അപ്പോൾ രണ്ട് ക്യാഷിനെ കൂടാതെ ഒരു കോളം കൂടെ വന്ന് അതിനൊക്കെ നമ്മൾ എന്താ വരിക? ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്നാണ് നമ്മൾ പറയുക. ചിലപ്പോൾ ഡിസ്കൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ബാങ്ക് ആയിരിക്കും. ഇവിടെയൊക്കെ എന്താ? ഇവിടെ ഡിസ്കൗണ്ട് എന്നാണ് വന്നത്. ഇപ്പോൾ ഡിസ്കൗണ്ട് ആണോ ബാങ്ക് ആണോ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക ക്വസ്റ്റ്യൻ കാണുമ്പോൾ? ഇവിടെ ഡിസ്കൗണ്ട് അലൗഡ് എന്നും അതേപോലെ തന്നെ 20-ാം തീയതിത്തെ എൻട്രി നോക്ക്. ഡിസ്കൗണ്ട് അലൗഡ്. 23-ാം തീയതിത്തത് ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം. കണ്ടോ? ബൈ ഹിം, ടു ഹിം. അങ്ങനെ ഡിസ്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ക്യാഷിനെ കൂടാതെ ഏത് കോളായിരിക്കും വരിക? ഡിസ്കൗണ്ടിൻ്റെ കോളായിരിക്കും ക്യാഷിനെ കൂടാതെ ഇവിടെ വരിക. ഇനിയിപ്പോൾ ഡിസ്കൗണ്ടിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. അതിനുപോലെ ബാങ്കിനെ കുറിച്ചാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് കോളായിരിക്കും വരിക? ക്യാഷിനെ കൂടാതെ ബാങ്ക് കോളായിരിക്കും വരിക. ഒരു ഡിസ്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എന്ത് കോളം വന്നത്? ഡിസ്കൗണ്ടിൻ്റെ കോളം വന്നത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കണം എത്ര കോളം ക്യാഷ് ബുക്ക് ആണെന്ന്. ചിലപ്പോൾ ഇവിടെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എന്ന് ക്വസ്റ്റ്യൻ തന്ന് ചിലപ്പോൾ ഒന്നും തരൂല. ക്യാഷ് ബുക്ക് ഏതാനാണ് വരിക? അപ്പോൾ ഡബിൾ കോളാണോ, സിംഗിൾ കോളാണോ, അല്ലെങ്കിൽ ത്രിബിൾ കോളാണോ എന്നൊക്കെ നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ നോക്കണം കേട്ടോ നല്ലോണം. അപ്പോൾ ഡിസ്കൗണ്ടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഡിസ്കൗണ്ട് വന്നത്. ഡിസ്കൗണ്ടിനെ കുറിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ എന്താ വരിക? ബാങ്കിനെ കുറിച്ചാണ് പറഞ്ഞെങ്കിൽ ബാങ്ക് ആയിരിക്കും കേട്ടോ വരിക. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് B/D എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഏത് കുളത്തിലാണ് എഴുതുക? ക്യാഷിൻ്റെ കുളത്തിൽ എഴുതുക. 5000 എഴുതുക. പിന്നെ എന്താ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ക്യാഷ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ പേയ്മെൻ്റ് ആണ് വരിക. അപ്പോൾ പേയ്മെൻ്റ് ഒക്കെ ഏത് സൈഡിലാണ് എഴുതുക? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക എന്ന് പറഞ്ഞ്. അപ്പോൾ എന്താ വരിക? ഗുഡ്സ് നമുക്ക് എഴുതാൻ പറ്റില്ല. എൻട്രി എങ്ങനെയായിരിക്കും വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ് വരിക. അപ്പോൾ എന്താ എഴുതുക? 5-ാം തീയതി ഡേറ്റ് ഇടുക. ബൈ പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് 5000 എഴുതുക. പിന്നെ വേജസ് പെയ്ഡ്, അവിടെയും പേയ്മെൻ്റ് ആണ് വരിക. അപ്പോൾ പേയ്മെൻറ്റ് കോളത്തിൽ എഴുതുക. പിന്നെ എന്താ? ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് ആവുമ്പോൾ നിങ്ങളോട് ബാങ്ക് എൻട്രി ഞാൻ പഠിച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ പഠിച്ചിരുന്നോ ബാങ്ക് എൻട്രി? അപ്പോൾ വിഡ്രോ ക്യാഷ് ഫ്രം ബാങ്ക് എത്ര വന്നത് നോക്ക്? 2500 ആണ് വന്നത്. ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പം എന്താ എൻട്രി വരിക നമ്മൾ നോക്കിയിരുന്നു. എന്താണ് ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോഴുള്ള എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് എൻട്രി വരിക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ് വരിക. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2500 വരും. ഇപ്പോൾ ഇത് ഡബിൾ കോളം ക്യാഷ് ബുക്ക് എഴുതാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി? ഇങ്ങനെ വെറുതെ ബാങ്ക് അക്കൗണ്ട് ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2500 എഴുതിയാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 3 കോളം ക്യാഷ് ബുക്ക് വരാനുണ്ട്. ഇപ്പോൾ കോൺട്രാ എൻട്രീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാണ്ട്. അപ്പോൾ എന്താ? അങ്ങനെ പഠിച്ച് വരുമ്പം ഇപ്പോൾ നമ്മൾ ഈ എഴുതിയ എൻട്രിക്ക് ചെറിയൊരു ചേഞ്ച് വരും. ഇപ്പോൾ നിങ്ങൾ ഡബിൾ കോളം ക്യാഷ് ബുക്ക് എഴുതാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് മാത്രം എഴുതിയാൽ മതി? എൻട്രി എന്താണെന്ന് നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ആണ്. അപ്പോൾ എന്താ എഴുതുക? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് 2500 എഴുതുക. അടുത്ത ക്യാഷ് സെയിൽസ് ആണ്. അതും എന്താ? റെസിപ്റ്റ് സൈഡിലാണ്. പിന്നെ ക്യാഷ് പെയ്ഡ് ടു ക്യാഷ് പെയ്ഡ് ടു രമണൻ. ക്യാഷ് പെയ്ഡ് ടു അതിന് മുൻപ് വന്നിട്ട് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഉണ്ട്. 15-ാം തീയതിത്തെ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ എന്താ വരിക? ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ആകുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ ആണ് വരിക. എൻട്രി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷിൻ്റെ രൂപത്തിലാണ് എന്ത് വന്നത്? ക്യാപിറ്റൽ കൊണ്ടുവന്നത് ബിസിനസ്സിലേക്ക്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷിൻ്റെ രൂപത്തിൽ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. ബിസിനസ്സിലേക്ക് ക്യാഷാണ് വന്നത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റാണ് ചെയ്യുക. അപ്പോൾ ടു ക്യാപിറ്റലാണ് വരിക. അപ്പോൾ ഈ എൻട്രി നിങ്ങൾ ഓർത്ത് വെക്കണം. ആദ്യമായിട്ടുള്ള എൻട്രിയാണ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അങ്ങനെയാണ് വരിക. അപ്പോൾ ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 2500 എഴുതുക കേട്ടോ. പിന്നെ ക്യാഷ് പെയ്ഡ് ടു രമണൻ
പിന്നെ അന്ന് തന്നെ ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിമ്മുണ്ട്. അപ്പോൾ ക്യാഷ് പെയ്ഡ് ടു രമണനാണ് രമണന് നമ്മൾ കൊടുത്ത ക്യാഷാണ്. ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിമ്മാണ്. അപ്പോൾ അവിടെ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണോ വരിക അലൗഡ് ആണോ വരിക നോക്കുക. ഇവിടെ അലൗഡ് ബൈ ഹിം എന്നാണ്. അപ്പോൾ രമണൻ നമുക്ക് തന്ന ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മളാണ് എൻട്രി എഴുതുന്നത്. അപ്പോൾ നമ്മളെ രീതിയിൽ ചിന്തിക്കുമ്പം അതെന്താ എൻട്രി ആയിട്ടാണ് വരിക? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ടാണ് വരിക കേട്ടോ. പെട്ടെന്ന് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ഹിം ആകുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡ് ആണല്ലോ എന്ന് ചോദിച്ചാൽ എഴുതി പോവരുത്. നമ്മൾ എന്തായിട്ട് അത് എഴുതേണ്ടത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആയിട്ടാണ് എഴുതേണ്ടത്. കാരണം അലൗഡ് ബൈ ഹിമ്മാണ്. രമണൻ തന്ന ഡിസ്കൗണ്ടാണ്. രമണൻ തന്ന ഡിസ്കൗണ്ട് ആകുമ്പോൾ നമുക്കതെന്താ? രമണൻ നമുക്ക് തന്നതാണ്. നമ്മൾ ക്യാഷ് രമണന് കൊടുത്തതാണ്. അപ്പോൾ രമണൻ നമുക്ക് തന്ന ഡിസ്കൗണ്ടാണ് എത്ര? 50 രൂപ. അപ്പോൾ നമ്മൾ മൊത്തം ശരിക്കും എത്ര രൂപയ്ക്ക് കൊടുക്കാണ്ടായിട്ടുണ്ടാവുക? 5000 രൂപയ്ക്ക് കൊടുക്കാണ്ടായിട്ടുണ്ടാവുക. നമ്മൾ എത്രയേ കൊടുത്തുള്ളൂ? 4950 ആണ് കൊടുത്തത്. 50 രൂപ രമണൻ നമുക്ക് തന്ന ഡിസ്കൗണ്ടാണ്. അപ്പോൾ നമ്മളെ രീതിയിൽ നോക്കുമ്പോൾ അതെന്താണ്? ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്തത്? റിസീവ്ഡിൻ്റെ കോൾ എവിടെയാണുള്ളത്? പേയ്മെൻറ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? 15-ാം തീയതി ഡേറ്റ് ഇടുക, ബൈ രമണൻ എന്ന് എഴുതുക. എന്നിട്ട് എത്രയാണ് ഡിസ്കൗണ്ട്? എത്രയാണ്? 50 എഴുതുക. നമ്മൾ ക്യാഷായിട്ട് എത്രയാണ് കൊടുത്തതെന്ന് വെച്ചാൽ അതിൻ്റെ നേരെ തന്നെ ക്യാഷ് കോളത്തിൽ എത്ര എഴുതുക? 4950. ഇനി അടുത്ത നോക്ക്, ക്യാഷ് റിസീവ്ഡ് ഫ്രം അബ്രഹാം എത്രയാണ്? 3950. ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം എത്രയാണ്? 50. അപ്പോൾ അത് നമ്മൾ അയാൾക്ക് കൊടുത്ത ഡിസ്കൗണ്ടാണ്. നമ്മൾ ഡിസ്കൗണ്ട് അലൗഡ് ടു ഹിം നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട്. നമുക്ക് എത്രയാണ് ക്യാഷ് കിട്ടിയിട്ടുള്ളൂ? 3550. നമുക്ക് എത്രയാണ് അലൗഡ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ 50. അപ്പോൾ നമ്മൾ ഏത് കോളത്തിൽ എഴുതുക? റെസിപ്റ്റ് സൈഡിൽ എത്ര എഴുതുക? 23 ഡേറ്റ് ഇടുക. അതിൻ്റെ ടു അബ്രഹാം എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് നമ്മൾ കൊടുത്ത ഡിസ്കൗണ്ട്, അലൗ ചെയ്ത ഡിസ്കൗണ്ടും അയാളെടുത്ത് നമുക്ക് കിട്ടിയ ക്യാഷും എഴുതുക. പിന്നെ എന്താ എഴുതുക? രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുക. ഡിസ്കൗണ്ട് അലൗഡിൻ്റെയും ഇതിൻ്റെയും കോളം ടോട്ടൽ ചെയ്യണം. ജസ്റ്റ് ടോട്ടൽ ചെയ്ത് ഇട്ടാൽ മതി. എന്നിട്ട് ക്യാഷ് കോളം രണ്ടും ടോട്ടൽ ചെയ്യുക. വലിയ സംഖ്യ രണ്ട് സ്ഥലത്തും എഴുതുക. കുറവുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ അത് അവിടെ എഴുതുക. ഇപ്പുറത്തെ മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് അലൗഡും റിസീവ്ഡും ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ക്യാഷ് മാത്രം എന്താക്കുക? ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ക്ലോസ് ചെയ്യുക.